സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. വരുന്ന 5 ദിവസം കേരളത്തിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. അർച്ചന വിനോദ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർച്ചന, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കൊച്ചിയിൽ ഇപ്പോൾ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ്. മറ്റു വിവരങ്ങൾ എങ്ങനെ? ആര്യ, എറണാകുളത്ത് അതിശക്തമായ മഴ രാവിലെ മുതൽ തുടരുകയാണ്. ഇടവിട്ട് അതിശക്തമായ മഴയും ഒപ്പം കാറ്റുമുണ്ട്. എന്തായാലും ഇന്ന് നഗരത്തിൽ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. എന്നാൽ തീരമേഖലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരമേഖലയിൽ അതിശക്തമായ കടലാക്രമണത്തിനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. ഇത് കൂടാതെ തന്നെ വിനോദസഞ്ചാര മേഖലകൾ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിലേക്ക് പോകരുതെന്ന കർശന നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ നൽകുകയാണ്. പെരിയാർ തീരങ്ങളിൽ ഇത്തരത്തിൽ ഡാമുകൾ തുറന്നിട്ട പശ്ചാത്തലത്തിൽ വെള്ളം നന്നായി കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഇത് കൂടാതെ തന്നെ കൊച്ചിയിലെ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടടക്കം രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നിലവിൽ മഴ ശക്തമായി തുടരുന്നുണ്ടെങ്കിലും കെടുതികൾ വലിയ രീതിയിലില്ല എന്നാണ് ആശ്വാസം നൽകുന്ന വാർത്ത. പ്രധാനമായും ഇന്നലെ ഉണ്ടായ അതിശക്തമായ കാറ്റിൽ പിറവത്ത് കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അവിടെ മെഡിക്കൽ ഷോപ്പിലെ സാധനങ്ങളടക്കം താഴേക്ക് പതിച്ചിട്ടുണ്ട്, നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പരസ്യ ബോർഡുകളും ഒപ്പം മറ്റ് ഉപകരണങ്ങളെല്ലാം തന്നെ റോഡിലേക്ക് പതിച്ച് ആളുകൾക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ഉണ്ടായ അതിശക്തമായ കാറ്റിലാണ് ഇത്തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടായത്. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള കെടുതികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പെയ്ത മഴയിൽ 3 വീടുകളാണ് ഭാഗികമായി തകർന്നത്. ഇത് കൂടാതെ 100-ലധികം വീടുകൾ ഭാഗികമായി തകർന്നത് 100-ലധികം വീടുകളാണ്. പൂർണ്ണമായും തകർന്നത് 3 വീടുകളാണ്. ഇത്തരത്തിൽ മഴ ശക്തമായ സാഹചര്യത്തിൽ ഇത്തരത്തിൽ കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് വരും മണിക്കൂറിലും അതിശക്തമായ മഴ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന കർശന മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. ആര്യ, ശരി, അർച്ചനയാണ് കൊച്ചിയിലെ മഴയുടെ സാഹചര്യങ്ങൾ പങ്കുവച്ചത്.